എല്ലാവരും വിചാരം എന്താ, പെട്ടെന്ന് ട്രേഡ് ചെയ്യുന്നു, പഠിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, എല്ലാ കടങ്ങളും തീർക്കുക. ഇത് തന്നെയായിരുന്നു എന്റെ വിചാരം. ഇപ്പൊ ഞാനും ചില സ്ഥലത്ത് പഠിക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ, അവിടെ ഒരു 1,00,000 രൂപ പേയ്മെന്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കടം വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്റെ കയ്യിൽ ഇല്ല ഈ പൈസയൊന്നും. അവരെന്താ 3 മാസം 4 മാസം കൊണ്ട് പഠിച്ചു തരുമല്ലോ, ഉടനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. 5-ാമത്തെ 6-ാമത്തെ മാസം ഇവരുടെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ആ ഒരു സെറ്റിൽമെന്റ് ആയിരുന്നു എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ എല്ലാ സംഭവവും കണ്ടിന്യൂസ് ആയിട്ട് ലോസസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഈവൻ 2 വർഷം കഴിഞ്ഞപ്പോഴാണെങ്കിലും ക്രിപ്റ്റോയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒരു ഹ്യൂജ് ലോസ് വന്നു. അവിടെയാണ് നമുക്ക് മെയിനായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിപ്പതറിയത്. കൊറോണ സമയത്ത് ക്രിപ്റ്റോസ് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഫോളോ ആയി. BTC ഒക്കെ വെറും 3.5 ലക്ഷം രൂപ വരെ ഡൗൺ ആയിപ്പോയി. ഞാൻ എന്റെ വണ്ടി, എന്റെ ഗാഡ്ജറ്റ്സ്, ലാപ്ടോപ്പ്, അത് എല്ലാം ഞാൻ കൊണ്ട് വിറ്റു. ആൻഡ് ഓൾസോ എങ്ങനെ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇത് ഞാൻ ക്രിപ്റ്റോസിൽ ഡംപ് ചെയ്തു. വേറെ ഒന്നുമല്ല, വളരെ ബേസിക് ആയിട്ട് ഇച്ചിരി ടോപ്പിൽ നിന്നിട്ടുണ്ടായിരുന്ന ഈവൻ ഓൾഡ് കോയിൻസിലും കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നേരെ കയറി ജമ്പായി. 2 മാസം കൊണ്ട് 3.5 ലക്ഷം രൂപ നിന്ന BTC ഒക്കെ ഓൾമോസ്റ്റ് അത് നേരെ 10, 15, 20 ലക്ഷം രൂപയ്ക്ക് മൂടിപ്പോയി. ആ ഒരു റാലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കിയ ഒരു കാര്യമായിരുന്നു. അതിലുപരി ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ BTCയുടെ വില എന്ന് പറയുന്നത് $1 ലക്ഷം മുകളിലാണ് എന്നുള്ളത്. അതായത് 80 ലക്ഷം രൂപ 1 കോടി രൂപയ്ക്ക് അടുത്തായിട്ടാണ് നിൽക്കുന്നത്.